യുക്തിവാദം ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ സമൂഹത്തിൽ വന്നുചേർന്ന ഒരാശയമല്ല. മനുഷ്യവംശത്തിൻ്റെ ആവിർഭാവത്തോടൊപ്പം അവൻ്റെ കൂടപ്പിറപ്പായി യുക്തിചിന്തയും ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മനുഷ്യ സമൂഹം ഉൽപാദന പ്രക്രിയയുടെ അതിലൂടെ ഉൽപ്പന്നമാകുന്ന ഉൽപ്പന്നത്തിൻ്റെ അവകാശികളുടെ അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് മുന്നേറിയിട്ടുള്ളത് എന്നും നമുക്കറിയാം. വർഗരഹിതമായ ഒരു സാമൂഹ്യ സാഹചര്യത്തെ അട്ടിമറിച്ചുകൊണ്ട് രൂപപ്പെട്ട ഫ്യൂഡൽ സാമൂഹ്യ സാഹചര്യം, ആ ഫ്യൂഡൽ സാമൂഹ്യ സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ അത് ഓരോ രാജ്യങ്ങളിലും ഓരോ രീതികളിലാണ് രൂപപ്പെട്ടത് എന്നും നമുക്കറിയാം. എന്നാലും ആ ഫ്യൂഡൽ സാമൂഹ്യ സാഹചര്യം അരങ്ങ് കീഴടക്കിയതോടെ യുക്തിചിന്ത അത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും ഓരങ്ങളിലേക്ക് തള്ളിമാറ്റപ്പെടുകയുണ്ടായി. ഫ്യൂഡൽ സാമൂഹ്യ സാഹചര്യങ്ങൾ നമ്മോട് പറയുന്നത് മനുഷ്യൻ്റെ നിസ്സാരതയെപ്പറ്റിയാണ്. പ്രകൃതി അതീതമായ ശക്തികളുടെ ഇച്ഛാനുസാരേണ ചലിക്കുന്ന ഒരു യന്ത്രം മാത്രമാണ് മനുഷ്യൻ. അവന് സമൂഹത്തെ മാറ്റിമറിക്കാനോ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ സ്വാധീനിക്കുവാനോ കഴിയുന്നില്ല. കാരണം എല്ലാം പൂർവനിശ്ചിതമാണ്. ആ നിശ്ചയം നടത്തുന്നത് മനുഷ്യരല്ല, മറിച്ച് പ്രകൃതി അതീതമായ ശക്തികളാണ്. ആ പ്രകൃതി അതീതമായ ശക്തികൾക്ക് പല പേരുകൾ അവ നൽകുകയുണ്ടായി, പല ദൈവങ്ങളുടെ പേരുകൾ. അങ്ങനെ ദൈവങ്ങളുടെ വിധിക്കനുസരിച്ച് ഇച്ഛയ്ക്കനുസരിച്ച് കളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്ന കരുക്കൾ മാത്രമാണ് മനുഷ്യൻ എന്ന ചിന്തയാണ് ഫ്യൂഡൽ കാലഘട്ടം നമ്മോട് വെക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ദർശനം എന്ന് പറയുന്നത്. ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം തു ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണോ മമ ദൈവതം. ഒരു കാലത്ത് കേരളത്തിലടക്കം മുഴങ്ങിക്കേട്ട ഒരു ഈരടികളാണ് ഇത്. മനക്കലെ കാര്യസ്ഥൻ്റെ വായ്നാറ്റം പേറുന്ന എന്ന് വീട്ടി ഭട്ടതിരിപ്പാടിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞ ഈ ആശയം കേരളത്തിലെ സാമൂഹ്യ സാഹചര്യത്തിൽ വളരെ പ്രബലമായിരുന്നു എന്ന് നമുക്കറിയാം. മനുഷ്യൻ്റെ നിസ്സാരതയെക്കുറിച്ച് പേർത്തും പേർത്തും മഹാമനീഷികളായ ഒരുപാട് പേര്, അതിൽ കവികളാകാം, കലാകാരന്മാരാകാം, മറ്റ് സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന തൂലികയുടെ ഉടമകളാകാം, ആരായാലും അവരൊക്കെ ആ കാലത്ത് ചെയ്തത് ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള മാസ്മരികമായ മഹാശക്തി പ്രവാഹത്തെക്കുറിച്ച് നിരന്തരമായി കവിതകൾ എഴുതുക, കഥകൾ എഴുതുക, സാഹിത്യ രചനകൾ നടത്തുക, അതുവഴി ദൈവത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുക എന്നതായിരുന്നു ആ ഫ്യൂഡൽ സംസ്കൃതിയുടെ കാലത്ത് അവർ ചെയ്തത്. അതിനുവേണ്ടി നിരവധി സിദ്ധാന്തങ്ങൾ അവർ രൂപകൽപ്പന ചെയ്യുകയുണ്ടായി. കർമ്മസിദ്ധാന്തം വളരെ പ്രധാനമാണ്. അതിനൊന്നും വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. തലേഴെഴുത്ത് എന്ന് പറയുന്ന ഒരു വിശ്വാസം, എല്ലാം പൂർവനിശ്ചിതമാണ്, ദൈവനിശ്ചിതമാണ്, അത് അതിൻ്റെ വഴിക്ക് നടക്കും, അതിനെ മാറ്റുവാനായിട്ട് മനുഷ്യർക്ക് കഴിയുകയില്ല. ശങ്കരാചാര്യരെ പോലെയുള്ള ആളുകൾ പോലും വളരെ ശക്തമായി ഇത്തരം ആശയങ്ങളെ സമൂഹത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നിരവധി കൃതികൾ രചിക്കുകയുണ്ടായി
എന്നും നമുക്കറിയാം. നളിനീദളഗത ജലമതി തരളം തദ്വജ്ജീവിതം അതിശയ ചപലം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഈരടികൾ. താമര ഇതളിലെ ജലഗണം പോലെ നിസാരമാണ് മനുഷ്യജീവിതം. അങ്ങനെ യുക്തിചിന്തയെ അതിശക്തമായി വിമർശിക്കുകയും അതിന് മനുഷ്യ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിൽ യാതൊരു പങ്കുമില്ല എന്ന് വിളംബരപ്പെടുത്തുകയും യുക്തിചിന്തയെ യുക്തിപൂർവം ഖണ്ഡിക്കുക, അങ്ങനെ ഒരു ഏർപ്പാട്, അതൊക്കെയാണ് ആ കാലഘട്ടത്തിലെ ശങ്കരാചാര്യരടക്കമുള്ള ആളുകൾ ചെയ്തത്. ഇങ്ങനെ മനുഷ്യ ചരിത്രത്തിൽ ഫ്യൂഡൽ കാലഘട്ടം ഓരങ്ങളിലേക്ക് തള്ളിമാറ്റിയ യുക്തിചിന്തയെ അതിൻ്റെ സ്ഥാനം ഓരങ്ങളിലല്ല, മറിച്ച് മാനവ ചരിത്രത്തിൻ്റെ രാജവീഥികളിലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ കൈപ്പിടിച്ച് ഉയർത്തുകയും മനുഷ്യ ജീവിതത്തിൻ്റെ നാനാ തുറകളിലും യുക്തിചിന്ത നിർണായകമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തത് നവോത്ഥാന കാലഘട്ടമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വളർച്ചയുടെ ഫലമായി അങ്ങ് യൂറോപ്പിൽ ആരംഭിച്ച വ്യാവസായിക വിപ്ലവം, ആ വ്യാവസായിക വിപ്ലവമാണ് ഒരു പുതിയ മൂല്യം, മനുഷ്യ കേന്ദ്രിതമായ മൂല്യങ്ങളുടെ കലവറ മലർക്കെ തുറന്നു വെച്ചത്. അത് ആരംഭിച്ചത് തന്നെ ദൈവത്തിൻ്റെ മരണം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഫ്യൂഡൽ മൂല്യങ്ങളെ നിരസിച്ചുകൊണ്ട് തൽസ്ഥാനത്ത് മനുഷ്യൻ കേന്ദ്രബിന്ദുവായി തീരുകയും അവൻ്റെ ഇച്ഛ, അവൻ്റെ അധ്വാനം, അത് അവൻ ജീവിക്കുന്ന ഈ സമൂഹത്തെ, അവനെ തന്നെയും മാറ്റിമറിക്കാൻ കരുത്തുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ശിലയാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഫ്യൂഡൽ മൂല്യങ്ങൾ നമുക്ക് നൽകിയ ഒരുപാട് ഈശ്വരന്മാരും ഒരുപാട് മതങ്ങളും ജാതികളും അത്തരം ജാതീയമായ മതപരമായ മനുഷ്യവിരുദ്ധമായ ആശയങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് മനുഷ്യ കേന്ദ്രിതമായ ഉണർവുകൾ തന്നെ മാത്രമല്ല ഞാൻ ജീവിക്കുന്ന ഈ സമൂഹത്തെ അടക്കം മാറ്റിമറിക്കാൻ, അതാണ് കാൾ മാർക്സ് പറഞ്ഞത്, തത്വജ്ഞാനികളാൽ വ്യാഖ്യാനിക്കപ്പെട്ട ലോകത്തെ മാറ്റിമറിക്കുക എന്നുള്ളത്. അതാണ് കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രബലമായ, ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന നിരവധി സാംസ്കാരിക നായകന്മാർ, നവോത്ഥാന ചിന്തകർ ആ കാലഘട്ടങ്ങളിൽ ഉയരെടുക്കുകയുണ്ടായി. കേരളത്തിലും നമുക്കറിയാം ഒരുപാട് ജാതികളും മതങ്ങളും മലീമസമാക്കിയ കേരളത്തിൻ്റെ ജീവിത സാഹചര്യത്തെ ആകെ ഇളക്കി മറിക്കുന്ന വിധം ഈ 100 കൂട്ടം ജാതികളുടെ ആവശ്യമില്ല, 100 കൂട്ടം മതങ്ങളുടെ ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതം ഏതായാലും മനുഷ്യൻ നന്നാവുകയാണ് വേണ്ടത്, മനുഷ്യനാണ് നന്നാകേണ്ടത്. കാരണം മനുഷ്യനാണ് അടിസ്ഥാനപരമായ ഘടകം. അപ്പോൾ മനുഷ്യൻ നന്നാകണമെങ്കിൽ അവന് വിദ്യാഭ്യാസം വേണം. ഫ്യൂഡൽ കാലഘട്ടം മനുഷ്യർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വിമുഖത കാണിച്ച ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും പണിയെടുക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഒരു കാരണവശാലും വിദ്യാഭ്യാസം, അറിവ് നൽകരുത് എന്ന് നിയമ സംഹിതകളിലൂടെ പ്രഖ്യാപിച്ചവരാണ് നമ്മൾ ഭാരതീയർ. മനുസ്മൃതി അടക്കമുള്ള ഒരുപാട് സ്മൃതി ഗ്രന്ഥങ്ങൾ, ഞാനതൊന്നും ഉദ്ധരിച്ച് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നില്ല. നശൂദ്രായ മദ്യം ദദ്യാത്, ശൂദ്രന് മദ്യ കൊടുക്കരുത്, ശൂദ്രന് ബുദ്ധി കൊടുക്കരുത്. ഏതെങ്കിലും ശൂദ്രൻ ആ വിലക്കുകളെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ വിദ്യാഭ്യാസം നേടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? ശൂദ്രം അക്ഷര സംയുക്തം ദൂരത പരിവർജയേത്, അക്ഷരമറിയുന്ന ശൂദ്രനെ മാറ്റി നിർത്തുക. ഇതാ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി കാണുന്ന ഒരു പ്രധാന ചർച്ചയും അതുതന്നെയാണ്. നമുക്കറിയാം കേരള യൂണിവേഴ്സിറ്റിയിൽ
കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു സംസ്കൃത വിഭാഗത്തിൻ്റെ അധ്യക്ഷനും ഡീനും ഒക്കെയായ ഒരു മഹതി, ഒരു ശൂദ്രൻ പഠിച്ച് അവർ പ്രധാന അധ്യാപികയായി വർത്തിക്കുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിൽ MPhil പൂർത്തീകരിച്ച് ഗവേഷണം പൂർത്തീകരിച്ച് അവരുടെ ഒപ്പോടുകൂടി സമർപ്പിക്കപ്പെട്ട PhD പ്രബന്ധം, ആ PhD പ്രബന്ധത്തിൻ്റെ എല്ലാ തലങ്ങളും എല്ലാ ഘടകങ്ങളും നിയമപരമായി പൂർത്തീകരിച്ചതിന് ശേഷം ഓപ്പൺ ഡിഫൻസ് അടക്കം കഴിഞ്ഞ് ആ അവസരത്തിൽ ആ മഹതി പ്രഖ്യാപിക്കുകയാണ്, ഇവൻ ശൂദ്രനാണ്, ഇവന് സംസ്കൃതം പഠിക്കാൻ അവകാശമില്ല. ഇവനെ പോലെയുള്ള ആളുകൾ സംസ്കൃതം പഠിച്ചത് കൊണ്ടാണ് സംസ്കൃതത്തിൻ്റെ മഹിമ നഷ്ടപ്പെടുന്നത്. സ്ത്രീകൾക്ക് സംസ്കൃതം പഠിക്കാനുള്ള അനുവാദമുണ്ടായിരുന്നോ എന്ന മറുചോദ്യം ചോദിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ അനുഭവസ്ഥനാണ്. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും ശങ്കരാചാര്യരുടെ അവിടെ ഒരു മഠമുണ്ട്, നിങ്ങൾക്കറിയാം, കാഞ്ചി. അവിടെ നടന്ന ഒരു ലോക മഹാഭാരത സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് പ്രബന്ധം അവതരിപ്പിക്കാൻ ഞാനും പോയിരുന്നതാണ്. ആ വേദിയിൽ ഒരു പണ്ഡിത വേദമന്ത്രം ഉച്ചരിച്ചപ്പോൾ അവരുടെ പേപ്പറുമായി ബന്ധപ്പെട്ടതാണ്. ആ പേപ്പറുമായി ബന്ധപ്പെട്ട് ഒരു വേദമന്ത്രം ഉച്ചരിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ഇടപെടുകയാണ്. വേണ്ട, അത് ചൊല്ലണ്ട, വേണ്ട, അത് ചൊല്ലണ്ട, അത് ചൊല്ലണ്ട എന്ന് പറയുകയും അവരെ കൊണ്ട് ചൊല്ലിക്കാതിരിക്കുകയും ചെയ്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നീട് അയാൾ തിരുത്തിയത്, ആ പണ്ഡിതൻ തിരുത്തിയത്, അല്ല, അത് തെറ്റിക്കൂടാതെ ചെല്ലണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ് എന്ന് ഒരു ടിപ്പണി പിന്നീട് അദ്ദേഹം നൽകുകയുണ്ടായി. അത് പോകട്ടെ. സ്ത്രീക്കും ശൂദ്രനും സംസ്കൃതം പഠിക്കാനുള്ള അവകാശമില്ലായിരുന്നു. സംസ്കൃത നാടകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാളിദാസന്റെ ശാകുന്തളം അടക്കമുള്ള നാടകങ്ങളിലും സ്ത്രീകൾ സംസാരിക്കുന്നത് സംസ്കൃതമല്ല, പ്രാകൃത ഭാഷയാണ്. കാരണം സ്ത്രീകൾക്ക് സംസ്കൃതം സംസാരിക്കാനുള്ള പഠിക്കാനുള്ള അവകാശമില്ലായിരുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല, ശൂദ്രന്മാർക്കും അതുപോലെയുള്ള പഞ്ചമന്മാർക്കും ഇവർക്കൊന്നും സംസ്കൃതം എന്ന് പറയുന്നത് വരേണ്യ വിഭാഗത്തിൻ്റെ മാത്രം ഒരു ഭാഷയായി നിന്നിരുന്ന ആ കാലഘട്ടം, ആ കാലഘട്ടത്തെ മുറിച്ചു കടന്നുകൊണ്ട് സ്ത്രീകളും ശൂദ്രരും എല്ലാവരും, എല്ലാ മനുഷ്യരും സംസ്കൃതം പഠിക്കാനുള്ള അവകാശം നേടിയെടുത്തത് യാത്യന്തമായ കാലഘട്ടത്തിലും ഈ മഹതിയെ പോലെ, ഞാൻ പരാമർശിച്ച മഹതിയെ പോലെ അതിനേക്കാൾ മഹത്തരമായ സ്ഥാനങ്ങളിലിരുന്ന രാജർഷിയെ പോലെയുള്ള മഹാരഥന്മാർ, പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയെ പോലെയുള്ള മഹാരഥന്മാർ സരസ്വതിക്ക് തീണ്ടലില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് യാത്യന്തമായ കാലഘട്ടത്തിൽ, ജാതീയമായ ശുദ്ധിയും അശുദ്ധിയും സമൂഹത്തിൽ നിറഞ്ഞാടിയിരുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും സമന്മാരാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് സ്ത്രീകളെയും ശൂദ്രന്മാരെയും അടക്കമുള്ള എല്ലാവരെയും സംസ്കൃതം പഠിപ്പിക്കുന്ന ഒരു പാരമ്പര്യം ഇന്ത്യയിലല്ല, കേരളത്തിൽ. ഇന്ത്യയിൽ അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ കേരളത്തിൽ മതനിരപേക്ഷമായ രീതിയിൽ സംസ്കൃതം പഠിക്കുന്ന ഒരു പാരമ്പര്യമാണ്. അത് കൊടുങ്ങല്ലൂർ കളരിയാണെങ്കിലും തൃപ്പൂണിത്തുറ കളരിയാണെങ്കിലും പട്ടാമ്പി കളരിയാണെങ്കിലും അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കളരിയിലൂടെ പരിശീലനം സിദ്ധിച്ച് വളർന്ന ഒരു തലമുറയോടാണ് ഈ മഹതി പ്രഖ്യാപിക്കുന്നത്, ശൂദ്രൻ സംസ്കൃതം പഠിച്ചതുകൊണ്ട് ഈ ഭാഷ കെട്ടുപോയിരിക്കുന്ന അതിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാനുള്ള അധികാരം ആ മഹതിക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ്. PhD പ്രബന്ധവുമായി ബന്ധപ്പെട്ട എല്ലാ റിക്വയർമെൻറ്റ്സും പരിപൂർണമായും സഫലമാക്കിയതിനു ശേഷമാണ് ആ വൈവാവോസ് നടത്തുന്ന ചെയർമാൻ അത് പ്രഖ്യാപിക്കുന്നത്, ഇയാൾ അതിന് യോഗ്യനാണ് എന്ന്. അതിനെ നിരസിച്ചുകൊണ്ടാണ് ഈ പുതിയ സംഭവവികാസം കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായി. ഞാൻ അങ്ങോട്ട് യാദൃച്ഛികമായി പറഞ്ഞു പോയതാണ്. അപ്പോൾ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന മുദ്രാവാക്യം, കാരണം വിദ്യയാണ് മനുഷ്യനെ സ്വതന്ത്രമാക്കുന്നത്. സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യനെ കൈപ്പിടിച്ച് ഉയർത്തുന്നത് വിദ്യയാണ്. വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകണം, വിദ്യ സകലർക്കും ഓതിയിടണം. ആ കാലഘട്ടം പ്രഖ്യാപിക്കുന്നത്, നവോത്ഥാന കാലഘട്ടം പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണ്. സംഘടന കൊണ്ട് ശക്തരാക്കുക എന്നുള്ളതാണ്. ഈ രീതിയിൽ
ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനം, ഒരു മാതൃകാ സംസ്ഥാനം, ഒരു മാതൃകാ രാജ്യം അല്ല, ഒരു മാതൃകാ ലോകം. ലോകം ഒന്ന് അല്ലേ? വൈകുണ്ഠസ്വാമികൾ അങ്ങനെയാണ് പറഞ്ഞത്. അത് സാധ്യമാണ് എന്ന് നവോത്ഥാന കാലഘട്ടത്തിലെ നായകന്മാർ നമ്മോട് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ ആ ഒരു ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിധ്വനി എന്ന നിലയിലാണ് സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിനെ അടക്കം തിരുത്തിക്കൊണ്ട്, ഗുരു പറഞ്ഞത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നാണ് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യന്മാരിൽ, നേരിട്ടുള്ള ശിഷ്യന്മാരിൽ പ്രഥമ ഗണനീയനായ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. മനുഷ്യന് പുരോഗമിക്കുവാനായിട്ട്, മനുഷ്യന് വളരാനായിട്ട് ജാതിയുടെ ആവശ്യമില്ല, മതത്തിൻ്റെ ആവശ്യമില്ല, ദൈവത്തിൻ്റെ ആവശ്യമില്ല. മറിച്ച് അവന് വേണ്ടത് മാനവികതയാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ഉൾക്കരുത്താണ്. ആ ഉൾക്കരുത്തുണ്ടായാൽ മറ്റൊന്നും ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സഹോദരൻ അയ്യപ്പൻ, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന് പവിത്രനെ പോലെയുള്ള ആളുകൾ ഉച്ചൈശ്വരം പ്രഖ്യാപിക്കുന്നതൊക്കെ ഈ പശ്ചാത്തലത്തിലാണ്. ആ പശ്ചാത്തലമാണ് ഇന്നത്തെ കേരളം, നവകേരളം, ആധുനിക കേരളം രൂപപ്പെടുന്നതിന് ഇടയാക്കിയത്. ഈ വഴിത്താരകളിലൂടെ കടന്നു വന്നിട്ടാണ് കേരളവും കേരളമായി തീർന്നത്. എന്തായിരുന്നു ഒരു 100-150 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ? ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ സൂചിപ്പിച്ചതാണ്. ജാത്യന്തമായ കേരളം, ജാതീയമായ ഉച്ചനീചത്വങ്ങൾ, മനുഷ്യൻ മൃഗങ്ങളെ പോലെ എന്നല്ല ശരി, മൃഗങ്ങളായി മേഞ്ഞിരുന്ന ഒരു കാലഘട്ടം, വഴി നടക്കാൻ അനുവാദമില്ലാതിരുന്ന ഒരു കാലഘട്ടം, മനുഷ്യനായി പിറന്നത് കൊണ്ട് മാത്രം. പട്ടിയും പൂച്ചയും എലിയും ഒക്കെ നിർഭയം സഞ്ചരിക്കുന്ന തെരുവീഥികളിലൂടെ മനുഷ്യനായി പിറന്നത് കൊണ്ട് മാത്രം നടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം. എൻ്റെ ഇഷ്ടപ്പെട്ട ദേവതയെ, ആ ദേവതയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആരാധനാലയത്തിൽ കടന്നു ചെന്ന് എൻ്റെ ജീവിത ദുരിതങ്ങൾ അവസാനിപ്പിക്കണേ എന്ന് എന്നെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള, അങ്ങോട്ട് കടന്നു ചെല്ലാനുള്ള അവകാശം എനിക്ക് ഇല്ലാതിരുന്ന, എനിക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. അറിവ് നേടാൻ മനുഷ്യർക്ക് അവകാശമില്ലാതിരുന്ന, പണിയെടുക്കുന്നവർക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ അഭിമാനത്തോടുകൂടി തല ഉയർത്തി നടക്കാനുള്ള അവകാശം വീണ്ടെടുക്കാനായിട്ടുള്ള നിരന്തരമായ ഐതിഹാസികമായ നിരവധി സമരങ്ങൾ നടന്ന ഒരു പ്രദേശത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് കവികൾ, ഒരുപാട് കഥാകാരന്മാർ, ഒരുപാട് സാഹിത്യകാരന്മാർ ആ കാലഘട്ടത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തവരാണ്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലോ ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോർ, ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. ആശാന്റെ പ്രഖ്യാപനമാണ്. നരൻ അശുദ്ധ വസ്തുവാണ് പോലും, ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും, നരകം ഇവിടമാണ് ഹന്ത കഷ്ടം, ഹരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ എന്ന് ഹൃദയം പൊട്ടി ചോദിക്കുന്ന കവിയുടെ രോദനം, ആ ശക്തമായ പ്രതിഷേധം, അത്തരം പ്രതിഷേധങ്ങൾ അലയടിച്ചിരുന്ന ഒരു കാലഘട്ടം. അയ്യങ്കാളി ഓർക്കേണ്ട ഒരു പേരാണ്, ഒരിക്കലും മറക്കാതിരിക്കാൻ കഴിയാത്ത പേരാണ് അയ്യങ്കാളി. തൻ്റെ മക്കളെ, തൻ്റെ സമുദായത്തിലെ മക്കളെ പഠിപ്പിക്കാനായി നിങ്ങൾ വിദ്യാലയം തുറന്നില്ലെങ്കിലും നിങ്ങളുടെ വയലുകൾ അവിടെ മട്ടിപ്പുല്ലുകൾ കിളിർപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പണിമുടക്ക് ആദ്യമായി കേരളത്തിൻ്റെ ചരിത്രത്തിലും കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് പണിമുടക്ക് കൂടുതൽ കൂലിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ഈ വരേണ്യവർഗത്തിൻ്റെ നിലപാടുകളെ തിരസ്കരിക്കുന്നതിന് വേണ്ടി പണിമുടക്കടക്കമുള്ള കർമ്മ പരിപാടികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് കേരളം കേരളമായി മാറിയത്. ഒന്നല്ല, നിരവധി. വൈക്കം, ഗുരുവായൂർ, ശുചീന്ദ്രം, കൂട്ടംകുളം, നിരവധി പാലിയം അടക്കമുള്ള ഒരുപാട് കേന്ദ്രങ്ങളിൽ നടന്ന നിരന്തരമായ ഐതിഹാസികമായ സമരങ്ങളിലൂടെയാണ് ഈ കേരളമായി മാറപ്പെട്ടത്. കേരള യുക്തിവാദി സംഘത്തിനും അതിൻ്റെ പഴയ തലമുറയ്ക്കും
ഈ ഓരോ ഐതിഹാസിക സമരങ്ങളിലും നിർണായകമായ പങ്കുണ്ടായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. ആ പങ്ക് കൂടുതൽ കൂടുതൽ ഉറക്കെ ഉറക്കെ പ്രകടിപ്പിക്കാനും വിളിച്ചു പറയാനുള്ള അവസരമായിട്ട് ഈ പുതിയ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ അവസ്ഥ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ മാസം കുറച്ച് സന്യാസിമാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അവർ പ്രഖ്യാപിച്ചത് നവകേരളമല്ല, പഴയ കേരളമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് പഴയ കേരളമാണ് എന്ന് ഈ പുതിയ കേരളത്തിലെ തലമുറകളോട് വിളിച്ചു പറയുന്ന സന്യാസിമാര്, അതിനുള്ള ധൈര്യം അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് ഒരുപാട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് പഴയ കേരളം? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വഴി നടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന, പരസ്പരം കണ്ടു കഴിഞ്ഞാൽ അശുദ്ധി, പരസ്പരം തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധി എന്ന് പ്രഖ്യാപിച്ചിരുന്ന, ആ അശുദ്ധി വരാതിരിക്കാനായിട്ട് അടിയളന്നുകൊണ്ട് ദൂരം നിശ്ചയിച്ചിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെയുള്ള കാലഘട്ടം, അതാണ് സുവർണ കാലഘട്ടം. അത് വരണം എന്ന് ആഗ്രഹിക്കുന്ന സന്യാസിമാര്. ആരാണ് സന്യാസി? ഇന്ത്യൻ പാരമ്പര്യമനുസരിച്ച് എല്ലാം ത്യജിച്ചവനാണ് സന്യാസി, കർമ്മം ഒടുങ്ങിയവനാണ് സന്യാസി. പക്ഷേ കുറച്ചു കാലം കൂടി അവന് ഒരു അവസരം ലഭിക്കുകയാണ്. ആ അവസരം, അതിനെ പറയുന്നത് ദാർശനികന്മാർ പറയുന്നത് ജീവൻ മുക്തർ എന്നാണ്. ജീവൻ മുക്തർ. അപ്പോൾ വിദേഹൻ മുക്തി ലഭിക്കുന്നത് വരെ ജീവിക്കാനുള്ള ഒരു ചെറിയ അവസരം. ആ അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ടത്, സന്യാസി ചെയ്യേണ്ടത്, തൻ്റേതായിട്ടുള്ള ഒരു കർമ്മവും ഇനി ബാക്കിയില്ലാത്തത് കൊണ്ട് ശിഷ്ടകാലം ജനങ്ങൾക്ക് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടി, അവരുടെ അഭ്യുദയത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ജീവിക്കുക, വിഷയസുഖങ്ങളൊക്കെ പരിത്യജിച്ച് ജീവിക്കുക എന്ന ദൗത്യം നിറവേറ്റേണ്ട സന്യാസിമാരാണ് പ്രഖ്യാപിക്കുന്നത് പുതിയ നവകേരളമല്ല, പഴയ കേരളമാണ്, ജാത്യന്തമായ കേരളമാണ് ഇനി നമുക്ക് വേണ്ടത് എന്ന്. ഈ സന്യാസിമാർക്ക് ഇങ്ങനെ പറയാനുള്ള ശക്തി ലഭിക്കുന്നത് അഖിലേന്ത്യാ തലത്തിൽ രൂപപ്പെട്ടു വരുന്ന പുതിയ പുതിയ പ്രവണതകളാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി, സ്വാഗത പ്രഭാഷണം സൂചിപ്പിക്കുകയുണ്ടായി. പുതിയ ഇന്ത്യയുടെ പുതിയ കാലഘട്ടം. ആ പുതിയ കാലഘട്ടം നവോത്ഥാന മൂല്യങ്ങളെ മുഴുവനും സമൂലം തിരസ്കരിച്ചുകൊണ്ട് തൽസ്ഥാനത്ത് ഫ്യൂഡൽ മൂല്യങ്ങളെ എല്ലാ തലങ്ങളിലും പുനഃപ്രതിഷ്ഠിക്കാനുള്ള അതിശക്തമായ ഇടപെടലുകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. 1923 എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ വർഷം തെറ്റായിരിക്കാം. ഇല്ല, 23 സവർക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുകയുണ്ടായി. ഹിന്ദുക്കളെ എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കേണ്ടത്, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ശിലയായി ഭവിച്ചത് ആ കൃതിയാണ് ഹിന്ദുത്വ, സവർക്കറുടെ ഹിന്ദുത്വ എന്ന കൃതി. അതിന് 2 വർഷം കഴിഞ്ഞിട്ടാണ് 1925 രാഷ്ട്രീയ സ്വയം സേവക് സംഘ് രൂപപ്പെടുന്നത്. RSS എന്ന് പറയുന്ന ഫാസിസ്റ്റ് സംഘടന രൂപപ്പെടുന്നത് അതിനുശേഷമാണ്. അവർ പ്രഖ്യാപിച്ചത് 100 വർഷം തികയുന്ന ആ നാളിൽ, ഏതോ ഒരു വിജയദശമി ദിനത്തിനാണ് RSS രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് 100 വർഷം തികയുന്ന 2025 ഒക്ടോബർ മാസത്തിലെ വിജയദശമി ദിനത്തിലും ഇന്ത്യയെ, ഭാരതത്തെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ രംഗങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു വരുന്ന, കഴിഞ്ഞ 100 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ആ സംഘടന നേതൃത്വം നൽകുന്ന കേന്ദ്ര ഭരണാധികാരികൾ സമസ്ത തലങ്ങളിലും ഫ്യൂഡൽ മൂല്യങ്ങളെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു പുതിയ ഭരണക്രമത്തെ രൂപപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് 1976 ഒരു ഭേദഗതി ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ ഭേദഗതിയുടെ 51AH ഉപവകുപ്പ്, ആ ഉപവകുപ്പ് പ്രഖ്യാപിക്കുന്നത് it shall be the duty of every citizen of India
It shall be the duty of every citizen of India to develop the scientific temper, humanism, and the spirit of inquiry and reform. ഇതാണ് ആ വാക്യം. ഇന്ത്യയിൽ ജനിക്കുന്ന ഓരോ പൗരനും പ്രധാനപ്പെട്ട കടമകളിൽ ഒന്ന്, അവൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, അവൻ ജീവിക്കുന്ന സമൂഹത്തിലും ശാസ്ത്രീയമായ അവബോധം വളർത്തിയെടുക്കാനായിട്ടുള്ള പരിശ്രമം നടത്തണം. സയൻറ്റിഫിക് ടെമ്പർ, മാനവികത പരത്താനുള്ള ഉത്തരവാദിത്തം അവനുണ്ട്. ഏതിൻ്റെയും പിറകിൽ വർത്തിക്കുന്ന സത്യം എന്താണെന്ന് കണ്ടെത്താനുള്ള ആ ഉത്കടമായ അഭിനിവേശം രൂപപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അവനുണ്ട്. ഈ 3 ഘടകങ്ങളും ഇന്ത്യൻ ജനതയിൽ വ്യാപിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ പൗരനും ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ ഭരണഘടന. ആ ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അതൊരു ഭാഗത്ത് എവിടെയോ കിടക്കുന്നു, മറുഭാഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശാസ്ത്രവിരുദ്ധമായ ആശയങ്ങളും കുത്തിനിറയ്ക്കുന്ന നിരവധി പരിപാടികൾ സമൂഹത്തിൽ ആകമാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സംഘടന മാത്രമല്ല, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളടക്കം അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അതും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാം, ആഭ്യന്തരമന്ത്രിയാകാം, സംസ്ഥാന മന്ത്രിമാരും മുഖ്യമന്ത്രിമാർ ആരുമാകാം. അവരൊക്കെ വന്ന് പ്രഖ്യാപിക്കുന്നത്, ജനങ്ങളോട് പറയുന്നത്, ചരിത്രം എന്ന് പറയുന്നത് ഈ കാണുന്നതൊന്നും നിങ്ങൾ പഠിച്ചതല്ല, മറിച്ച് അത് പുരാണങ്ങളും ഇതിഹാസങ്ങളുമാണ്. ഇന്ത്യയുടെ ചരിത്രം പുരാണങ്ങളും ഇതിഹാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഇതൊക്കെയാണ് ചരിത്രം എന്ന രീതിയിൽ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലല്ല ചരിത്രം ഒരു പുതിയ ആശയമല്ല, അത് ഇന്ത്യക്കുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഇതിഹാസ ഗ്രന്ഥങ്ങളാണ്, ഇന്ത്യയുടെ പുരാണങ്ങളാണ് ആ ദൗത്യം നിറവേറ്റുന്നത്. അതുകൊണ്ട് കുട്ടികൾ ഇന്നത്തെ ചരിത്രമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അവർ പഠിക്കേണ്ടത് പഴയ പുരാണങ്ങളാണ്, പഴയ ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് എന്ന രീതിയിൽ സിലബസ് ആകമാനം മാറ്റിത്തീർത്തിരിക്കുന്നു. 2 വർഷം മുമ്പ് നടന്ന സയൻസ് കോൺഗ്രസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സയൻസ് കോൺഗ്രസ് എന്താണ്? സയൻസ് കോൺഗ്രസ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് എന്ന് പറയുന്നത്. അവിടെ ചർച്ച ചെയ്യുന്നത് ജനങ്ങളെ ബാധിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വളർച്ചയെക്കുറിച്ചുള്ള, അതിൻ്റെ കരുതലുകളെക്കുറിച്ചുള്ള ചർച്ചകളാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ നടന്ന 2 ശാസ്ത്ര കോൺഗ്രസ് ഇപ്പോൾ അതും നിർത്തിവെച്ചു. ആ 2 ശാസ്ത്ര കോൺഗ്രസ് പ്രധാനമായും ചർച്ച ചെയ്തത് ഭാരതീയ ശാസ്ത്ര പാരമ്പര്യത്തെക്കുറിച്ച്. എന്താണ് ഭാരതീയ ശാസ്ത്ര പാരമ്പര്യം എന്ന് പറയുന്നത്? അതിൻ്റെ ഉദ്ഘാടകൻ, അതാരുമായിക്കോട്ടെ, ആ ഉദ്ഘാടകൻ പറയുന്നത് പ്ലാസ്റ്റിക് സർജറി. ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ പ്ലാസ്റ്റിക് സർജറി? എന്താണ് പ്ലാസ്റ്റിക് സർജറി? പ്ലാസ്റ്റിക് സർജറിയുടെ നാട് ഇന്ത്യയാണ്, ഭാരതമാണ്. ആധുനികമായ ശാസ്ത്രമൊന്നുമല്ല ഈ പ്ലാസ്റ്റിക് സർജറി. അത് ഇന്ത്യനായ ഒറിജിനൽ ഇന്ത്യൻ ശാസ്ത്രമാണ്. എന്താ കാരണം? പുരാണങ്ങളിൽ ഉണ്ടല്ലോ, ഗണപതിയുടെ തല മാറ്റിവെച്ചത് പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ്. ഗണപതിയുടെ മൂക്ക് നീട്ടിയെടുത്തത് പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ്. പ്ലാസ്റ്റിക് സർജറിയുടെ അടിസ്ഥാനം ശില അത് പാകിയത് ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരാണ് എന്ന് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൽ ഇന്ത്യൻ ഭരണാധികാരി പറയുമ്പോൾ, ഹേ മിസ്റ്റർ പ്രധാന അല്ല ആഭ്യന്തര ആരുമായിക്കൊള്ളട്ടെ, ഹേ മിസ്റ്റർ, നിങ്ങൾ പറയുന്നത് ശാസ്ത്ര വിരുദ്ധമായ ആശയമാണ്. അത് ശാസ്ത്രമല്ല, അത് അന്ധവിശ്വാസമാണ്, അത് പുരാണമാണ്, കെട്ടുകഥകളാണ്. അതിനെ ശാസ്ത്രമായി അവതരിപ്പിക്കുന്നത് ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ് എന്ന് വിളിച്ചു പറയാൻ ഒരു ശാസ്ത്രജ്ഞൻ പോലും എഴുന്നേറ്റ് നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥാവിശേഷം. ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് എവിടെ ചെന്ന് പെട്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അവിടെ നിൽക്കുന്നില്ല. പ്രാചീന വേദകാലഘട്ടത്തിൽ പോലും നമ്മുടെ പൂർവികന്മാരും ഗോളാന്തര യാത്ര നടത്തിയവരായിരുന്നു എന്നത് മറ്റൊരു പേപ്പറിൻ്റെ പേരാണ്. മറ്റ് ഗ്രഹങ്ങളിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതിൽ
കേമന്മാരായിരുന്നു ഇന്ത്യക്കാർ എന്നൊക്കെ ഇങ്ങനെ തട്ടിവിടുന്ന ഒരു അവസ്ഥാവിശേഷം. ഇങ്ങനെ ഓരോ പേപ്പറുകളും അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ കൈയടിച്ച് പാസ്സാക്കുന്ന പ്രതിനിധികളുടെ കൂടാരമായി ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസും ഇന്ത്യൻ ചരിത്ര കൗൺസിലുകളും ഇന്ത്യൻ ഫിലോസഫിക്കൽ കൗൺസിലുകളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്ന വലിയ ദുരന്തം. ആ വലിയ ദുരന്തമാണ് കേരളത്തിൽ സന്യാസിമാർക്ക് ഇനി പഴയ കേരളമാണ് വേണ്ടത്, പുതിയ കേരളമല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടാക്കുന്നത്. നാം തിരിച്ചറിയേണ്ടതല്ലേ? നാം തിരിച്ചറിയുന്നുണ്ടോ? തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ അവസ്ഥാവിശേഷം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, കേരളത്തിൽ അടുത്ത കാലത്ത് എത്ര യജ്ഞങ്ങളാണ് നടന്നത്. എത്ര യജ്ഞങ്ങൾ! അതിരാത്രമടക്കമുള്ള, സോമയാഗമടക്കമുള്ള, പിന്നെ ഒരു ഗ്രന്ഥത്തിലും പറയാത്ത ഒരുപാട് യാഗങ്ങൾ നിരന്തരമായി നടക്കുകയാണ്. അവരവിടെ നടത്തിക്കോട്ടെ, നമ്മളെ ബാധിക്കുന്നില്ല അല്ലേ? പഴയ കാലത്ത് ചാർവാകന്മാർ, അങ്ങനെ ഒരു കൂട്ടരുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. ചാർവാകന്മാർ അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. പെട്ടെന്ന് മറന്നുപോയിട്ടുണ്ട്, ഓർമ്മ വരികയാണെങ്കിൽ അത് പറയാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ആശയം ഇതാണ്: യാഗത്തിൽ കൊല്ലപ്പെടുന്ന മൃഗം സ്വർഗത്തിലേക്ക് പോകുമെങ്കിൽ, അവർക്ക് മോക്ഷം കിട്ടുമെങ്കിൽ, ഒരു യജമാനൻ ആദ്യം ചെയ്യേണ്ടത് ആ പാപമൃഗത്തെ യജ്ഞയൂപത്തിൽ കെട്ടുകയല്ല, മറിച്ച് അവിടെ തൻ്റെ പിതാക്കന്മാരെയാണ്, അച്ഛനെയും അമ്മയെയുമാണ് പിടിച്ചു കെട്ടേണ്ടത്. അവരെയാണ് ബലി കൊടുക്കേണ്ടത്. കാരണം ഇത് ഗ്യാരണ്ടീഡാണ്. പശുശ്ചേത് നിഹത സ്വർഗം ജ്യോതിഷ്ടോ മേ ഗമിഷ്യതി സ്വപിത യജമാനേന തത്ര കസ്മാത് ന ഹിംസ്യതേ. ഇതാണ് ആ ചോദ്യം. പശുശ്ചേത് നിഹത സ്വർഗം, സ്വർഗത്തിലേക്ക് ഈ കൊല്ലപ്പെടുന്ന മൃഗം സ്വർഗത്തിലേക്ക് പോകുന്നുവെങ്കിൽ, അവന് മോക്ഷം കിട്ടുന്നുവെങ്കിൽ, എന്തുകൊണ്ടാണ് യജമാനൻ തൻ്റെ മാതാപിതാക്കളെ അവിടെ ആ കുറ്റിയിൽ കെട്ടി ബലിയർപ്പിക്കുന്നില്ല, യജ്ഞപശുവാക്കുന്നില്ല എന്ന വലിയ ചോദ്യം. കാരണം ഒരു പുത്രൻ്റെ ഉത്തരവാദിത്വം ആ പഴയ വിശ്വാസം അനുസരിച്ച് പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുക എന്നുള്ളതാണ്. പുംനാംനാത് നരകാത് ത്രായതേ ഇതി പുത്രഃ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. പും എന്നു പേരുള്ള നരകത്തിൽ നിന്നും മനുഷ്യനെ, പിതൃക്കളെ സംരക്ഷിക്കുന്നവനാണ് പുത്രൻ. മോക്ഷം കൊടുക്കുന്നവനാണ് പുത്രൻ, പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുന്ന പുത്രൻ. അങ്ങനെ പുത്രൻ എന്ന പേര് അർഹത നേടുന്നത് അവർക്ക് മോക്ഷം കൊടുക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഈസിയായി ലഭിക്കാൻ സാധ്യമാകുമെങ്കിലും ഈ യജ്ഞപശുവാക്കേണ്ടത് പാവപ്പെട്ട മൃഗങ്ങളെയല്ല, മറിച്ച് സ്വന്തം അച്ഛനെയും അമ്മയെയുമാണ് എന്ന ചോദ്യം വളരെ മുമ്പ് തന്നെ ഉയർത്തിയ ചാർവാകന്മാർ. ആ കാലമൊക്കെ പോയി അല്ലേ? നമ്മുടെ കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്തല്ല യൗവനകാലത്താണ് എറണാകുളത്ത് പുത്രകാമേഷ്ടിയാഗം നടന്നത്. പുത്രകാമേഷ്ടിയാഗം നിങ്ങൾക്കറിയാം. പുത്രനുണ്ടാകുന്നതിന് വേണ്ടി അനുഷ്ഠിക്കുന്ന യാഗമാണ് പുത്രകാമേഷ്ടി. കുഴപ്പമൊന്നുമില്ല, ചെയ്തോട്ടെ, പുത്രനുണ്ടാവുക പുത്രി ഉണ്ടാവുക ചെയ്യും. പക്ഷെ അതല്ല പ്രശ്നം. അതല്ല സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ, ശാസ്ത്രീയമായ ചിന്തകൾക്ക് മുൻഗണന നൽകുന്ന കേരളത്തിൽ, നവോത്ഥാന ചിന്തകൾ ഇളക്കിമറിച്ച കേരളത്തിൽ, പുത്രകാമേഷ്ടി യാഗത്തിൽ പങ്കെടുത്ത ദമ്പതിമാരിൽ ഗർഭപാത്രം നീക്കം ചെയ്യപ്പെട്ട സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന അത്ഭുതകരമായ യാഥാർത്ഥ്യം എത്ര പേര് അന്ന് നോട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഗർഭം ധരിക്കാൻ മിനിമം ഗർഭപാത്രമെങ്കിലും വേണമെന്നുള്ള യുക്തി പോലും നഷ്ടപ്പെട്ട തലമുറയായി ഈ കേരളം ഇങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കേരളം നിരുത്തരവാദപരമായ, ശാസ്ത്രവിരുദ്ധമായ ആശയങ്ങളിലേക്ക് ഇങ്ങനെ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഭയാനകമായ ഒരു അവസ്ഥയിലാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പൊരുതിക്കൊണ്ട് മനുഷ്യനെന്ന നിലയിൽ തല ഉയർത്തി നടക്കാനുള്ള അവകാശം മനുഷ്യർക്ക് സമ്മാനിക്കുന്നതിൽ, വീണ്ടെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച കേരള യുക്തിവാദി സംഘത്തെ പോലെയുള്ള സംഘടനകൾ നിരന്തരമായി ഉറക്കമുളച്ച് കർമ്മനിരതമാകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. പിണ്ടാരികൾ വീട്ടുമുറ്റത്തല്ല, നമ്മുടെയൊക്കെ അകത്തളങ്ങളിൽ, നമ്മുടെയൊക്കെ അടുക്കളകളിലാണ് കൂടാരം
പണിതുയർത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ മനസ്സുകളിലാണ് പിണ്ടാരികൾ. ഈ ഫാസിസ്റ്റ് തന്ത്രം, ക്യാച്ച് ദം യങ് എന്ന് പറയുന്ന ചെറുപ്പത്തിലെ കുട്ടികളെ പിടികൂടുക എന്ന തന്ത്രം വളരെ ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഫാസിസ്റ്റ് രീതി കേരളത്തെ അടക്കം മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭയാനകമായ അവസ്ഥാവിശേഷത്തിൽ നാളെയും ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു കേരളീയനാണ്, ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് തല ഉയർത്തി ലോകസമക്ഷം തല ഉയർത്തിക്കൊണ്ട് പറയാനും പ്രവർത്തിക്കാനുമുള്ള അവസരം നഷ്ടപ്പെടാതിരിക്കാനായി കേരള യുക്തിവാദി സംഘത്തെ പോലെയുള്ള സംഘടനകൾ കർമ്മനിരതമാകേണ്ട ഒരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ സംസ്ഥാന സമ്മേളനവും ജില്ലാ സമ്മേളനവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇലവന്തൂരിലെ നരബലി അടക്കമുള്ള കർമ്മ പരിപാടികൾക്ക് ശക്തി പകരുന്ന ഇടമായി കേരളം, നവോത്ഥാനിത കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്ന ചരിത്ര പശ്ചാത്തലത്തിൽ ഇത്തരം മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾ നിരാകരിക്കുകയും മനുഷ്യകേന്ദ്രിതമായ ഉണർവുകൾ നമ്മുടെ ജീവിതത്തിലും ഈ സമൂഹത്തിലും വാരി വിതറാനുള്ള ഉത്തരവാദിത്വം മറ്റാരേക്കാൾ കൂടുതലും. പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഞങ്ങൾ മണികെട്ടുമെന്ന് ഉറക്കെ പറയാനും അതിനാൽ തൻ്റെ ഇടത്തോടു കൂടി രംഗത്തിറങ്ങുവാനും കേരള യുക്തിവാദി സംഘം പോലെയുള്ള പ്രവർത്തകർക്ക് കഴിയണം. അതിനുള്ള ആർജവം അവർക്കുണ്ട്. ആ ആർജവം ഫലപ്രദമായി വിനിയോഗിക്കുവാനായിട്ട് ഇത്തരം സമ്മേളനങ്ങളും അവിടെ നടക്കുന്ന ചർച്ചകളും പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജില്ലാ സമ്മേളനം ഒരിക്കൽ കൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.